ക്ഷമയും ഗെയിമിംഗ് സ്കില്ലും ഇത് രണ്ടുള്ളവർ മാത്രം ഈ ഒരു ഗെയിം ട്രൈ ചെയ്യുക. ഇതിൻ്റെ എല്ലാം റീസൺസും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ എല്ലാവർക്കും ഗെയിം റാപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനിയും ഇതുപോലെ മറ്റു ഗെയിംസിൻ്റെ എല്ലാം റിവ്യൂസിനും ഗെയിമിംഗ് ന്യൂസിനും ഒക്കെ ആയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 2017 ടീം ചെറി എന്ന് പറയുന്ന ഡെവലപ്പേഴ്സ് ഹോളോ നൈറ്റ് എന്നൊരു ഗെയിം റിലീസ് ചെയ്യുന്നത്. ഇനീഷ്യലി വിൻഡോസിൽ മാത്രമായിട്ടായിരുന്നു ഒരു ഗെയിം റിലീസ് ചെയ്തത്. അതിനുശേഷം അറൗണ്ട് ഒരു 1-1.5 മാസം കഴിഞ്ഞിട്ട് മാക്കിലും ലിനക്സിലും അത് അവൈലബിൾ ആയി. അതും കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കൺസോൾസ്, അതായത് എക്സ്ബോക്സിലും പ്ലേ സ്റ്റേഷനും സ്വിച്ചിലൊക്കെ അത് റിലീസ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു ഗെയിമിനെ കുറിച്ചൊരു വീഡിയോ ഇടാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഹോളോ നൈറ്റ് സിൽക്ക് സോങ് എന്ന് പറയുന്ന ഒരു ഗെയിം സെപ്റ്റംബർ 4 റിലീസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഗെയിം അനൗൺസ് ചെയ്തതോട് കൂടിയിട്ട് തന്നെ മറ്റു പല ഗെയിംസ് റിലീസ് ഡേറ്റ് വരെ ഇവർ മാറ്റി വെച്ച് ഓഗസ്റ്റ് 21 ഗെയിംസ് കോമിൽ വെച്ചിട്ടാണ് ഈ ഒരു ഗെയിമിൻ്റെ റിലീസ് ഡേറ്റ് എല്ലാം അവർ പറഞ്ഞത്. ആ ഒരു റിലീസ് ഡേറ്റ് വന്നതോട് കൂടിയിട്ട് സ്റ്റീമിൽ ഇതിൻ്റെ കൺകറൻറ്റ് പ്ലേസിൻ്റെ എണ്ണം ഭയങ്കരമായിട്ട് കൂടി. കൺകറൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ സമയം അറൗണ്ട് 77,000 ആൾക്കാരാണ് ഇപ്പോൾ ഈ സെപ്റ്റംബർ 1 ആകുമ്പോഴും ഈ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഏകദേശം റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ഗെയിമിൻ്റെ. അതായത് ഹോളോ നൈറ്റ് സിൽക്ക് സോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീക്വൽ ഗെയിം അനൗൺസ് ചെയ്തോട് കൂടിയിട്ട് ഇനീഷ്യലായിട്ട് റിലീസ് ചെയ്ത ഹോളോ നൈറ്റിൻ്റെ എണ്ണം അറൗണ്ട് 77,000 കൺകറൻറ്റ് പ്ലേയേഴ്സാണ് ഇപ്പോൾ സ്റ്റീമിലുള്ളത്. ഇതും കൂടാണ്ട് സിൽക്ക് സോങ് എന്ന് പറയുന്ന ഒരു ഗെയിം അറൗണ്ട് $20 അവർ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു ഗെയിമിങ്ങിൻ്റെ എല്ലാം പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ ഗെയിംസ് ആണ്. ഈ സിൽക്ക് സോങ് എന്ന് പറയുന്ന ഗെയിം സെപ്റ്റംബർ 4 റിലീസ് ചെയ്യുന്നത്. അത് ഞാൻ വാങ്ങിച്ചിട്ട് എന്തായാലും കളിച്ചതിന് ശേഷം അതിൻ്റെ റിവ്യൂ എല്ലാം ഞാൻ ഇടാം. ആക്ച്വലി ഈ സിൽക്ക് സോങ് കളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ പ്രീവിയസ് വേർഷനായിട്ടുള്ള ഹോളോ നൈറ്റ് ട്രൈ ചെയ്ത് തന്നെ. ഞാനത് ഇപ്പോഴും ടോട്ടലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതിന് സമയം എടുക്കും. സോ അതിന് മുന്നേട്ട് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, അതായത് ഗെയിം തുടങ്ങി അറൗണ്ട് ഞാനൊരു പകുതിയോളം എത്തിയിട്ടുണ്ട്. സോ അത് വരെയുള്ള എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഗെയിം കളിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ റിവ്യൂ ആയിട്ട് ഇടാൻ പ്ലാൻ ചെയ്യുന്നില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്യും. കാരണം 2017 ഇറങ്ങിയ ഒരു ഗെയിമിൻ്റെ റിവ്യൂ ഇപ്പോൾ ഇടാന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. സോ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യും. അതിനുശേഷം പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന സിൽക്ക് സോങ് ഞാൻ കളിച്ചിട്ട് അതിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഹോളോ നൈറ്റിലോട്ട് വരാം. ഞാൻ ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു സിമ്പിൾ കാഷ്വൽ ആയിട്ടുള്ള ഒരു റിലാക്സിങ് മോഡിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തത്. പക്ഷേ ആ ഒരു ഗെയിം കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങനത്തെ ഒരു ഗെയിമേ അല്ല. തുടക്കത്തിൽ വീഡിയോയിൽ പറഞ്ഞ പോലെ ഗെയിമിംഗ് സ്കില്ലും ക്ഷമയും ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഗെയിം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പല സോൾസ് ലൈക്ക് ഗെയിമുകൾ കളിച്ചിട്ടുണ്ട്, പല ഗെയിം ഹാർഡിലും അൾട്ടിമേറ്റിലും ഇട്ടിട്ട് ഞാൻ കളിച്ചിട്ടുണ്ട് ഡിഫിക്കൽറ്റി. എന്നിട്ടും അതിനേക്കാൾ ടഫ് പല സമയത്തും ഈ ഒരു ഗെയിം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞൊരു പ്രോ ഗെയിമർ ആവണം അല്ലെങ്കിൽ ആ ഒരു ലെവൽ സ്കില്ല് വേണമെന്ന് ഞാൻ പറയുന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിമിംഗ് സ്കില്ല്. പിന്നെ മെയിൻ വേണ്ടത് ക്ഷമ. ആ ഒരു ക്ഷമ ഒക്കെ എപ്പോഴും ആവശ്യം വരാമെന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ഗെയിമിൻ്റെ പ്ലോട്ട്, അതായത് ഒരു മെയിൻ പ്ലോട്ട് എന്താണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞുതരാം. ഈ ഗെയിമിൻ്റെ വേൾഡ് എന്ന് പറയുന്നത് ഹോളോ നെസ്റ്റ് പറഞ്ഞിട്ടുള്ള അണ്ടർഗ്രൗണ്ട് രാജ്യമാണ്. ഹോളോ നെസ്റ്റ് എന്ന പേര് പോലെ തന്നെ ഈ ഒരു രാജ്യത്ത് മൊത്തം ഇൻസെക്ട് ലൈക്ക് ക്രിയേച്ചേഴ്സ് ആണ് ഉള്ളത്. കുറേ കാലം മുന്നേ വരെ ഈ ഒരു രാജ്യമെല്ലാം ഭരിച്ചിരുന്നത് പേൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജാവാണ്. അങ്ങനെ ഈ പേൽ കിങ്ങിൻ്റെ ഭരണത്തിനിടയിൽ വെച്ചിട്ട് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ കലാമിറ്റി അല്ലെങ്കിൽ ഒരു പ്ലേഗ് ഈ രാജ്യത്ത് മൊത്തം പിടികൂടുകയാണ്. ഈ ഒരു ഇൻഫെക്ഷൻ അവിടുത്തെ എല്ലാ ജീവജാലങ്ങളും ബാധിക്കുകയാണ്. അവരെല്ലാം ഒരു സോംബി സ്റ്റേജ് അല്ലെങ്കിൽ ഒരു മാഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ഒരു അറ്റാക്കിങ് ഒരു അഗ്രസീവ് സ്റ്റേജിലോട്ട് മാറുകയാണ്. ഇതിനെല്ലാം തടയാൻ വേണ്ടിയിട്ട് പേൽ കിങ് കുറേ വെസൽസിനെ ക്രിയേറ്റ് ചെയ്യണം. ഈ വെസൽസ് എന്ന് പറയുന്നത് ഒരു എംപ്റ്റി സോൾലെസ് ക്രിയേച്ചേഴ്സ് ആണ്. ഇവർ ഉണ്ടാക്കിയത് തന്നെ ആ ഒരു വൈറസ് അല്ലെങ്കിൽ ആ ഒരു പകർച്ചവ്യാധിനെ മൊത്തമായിട്ടൊരു ലിവിങ് പ്രിസൺ പോലെ തൻ്റെ ശരീരത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അതിൽ തന്നെ ഏറ്റവും പ്യൂറസ്റ്റ് വണ്ണാണ് ദി ഹോളോ നൈറ്റ്. ഈ ഹോളോ നൈറ്റിനാണ് ആ ഒരു മിഷന് വേണ്ടി സെലക്ട് ചെയ്യുക. അങ്ങനെ മൊത്തം വൈറസും ഇതിൻ്റെ ഉള്ളിൽ ഒരു ലിവിങ് പ്രസം പോലെ അടച്ചു വെക്കും. പക്ഷേ കുറച്ച് കാലം കഴിയുന്നത് കൂടിയിട്ട് ഈ ഹോളോ നൈറ്റ് കുറച്ച് ഫീലിങ്സ് എല്ലാം ഡെവലപ്പ് ചെയ്ത് വരും. അത് ഡെവലപ്പ് ചെയ്ത് വന്നതോട് കൂടിയിട്ട് ആ സീലെല്ലാം വീക്കനാവും. സീലിങ്ങനെ വീക്കനായത് വന്നതോട് കൂടിയിട്ട് തന്നെ ആ വൈറസ് എല്ലാം ഒറ്റയടിക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ആ ഹോളോനെസ് എന്ന് പറയുന്ന ഒരു രാജ്യം മൊത്തം നശിക്കും. ഇതിലെ മെയിൻ ക്യാരക്ടറും ഇതുപോലത്തെ ഒരു വെസലാണ്. തൻ്റെ രാജ്യത്തിനെ തിരിച്ച് പഴയ പ്രൗഢിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ്, അല്ലെങ്കിൽ ഒരു ജേണിയാണ് ഈ ഒരു ഗെയിം. ഈ മെയിൻ ക്യാരക്ടർ നമുക്ക് നൈറ്റ് എന്ന് വിളിക്കാം. ഈ നൈറ്റിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോളോ നൈറ്റിനെ തളച്ചിട്ടുള്ള അല്ലെങ്കിൽ തടവിലാക്കിയിട്ടുള്ള പ്രിസണിൽ പോയിട്ട് ഹോളോ നൈറ്റിനെ റിപ്ലേസ് ചെയ്ത് താൻ അവിടെ കയറി നിന്നിട്ട് ആ ഒരു വൈറസിനെ മൊത്തം തൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ളൊരു പ്ലാനിലാണ്. ഇതാണ് ഈ ഒരു ഗെയിമിൻ്റെ ബേസിക്. പക്ഷേ ഇത് കൂടാണ്ട് 5 എൻഡിങ്സ് ആണ് ഈ ഒരു ഗെയിമിനുള്ളത്. ആ ഒരു ഡിഫറെൻറ്റ് എൻഡിങ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ കളിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ കളിക്കുന്ന എങ്ങനെ എന്തൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു അങ്ങനത്തെ ഒരു രീതി വെച്ചിട്ടായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇത് മൊത്തമായിട്ട് കളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എനിക്ക് എന്ത് എൻഡിങ് ആണ് കിട്ടിയത്, അതെങ്ങനെയായിട്ടുള്ള എൻഡിങ് ആണ് എന്നുള്ളതൊക്കെ ഞാൻ ഒന്നും കൂടി അതിൽ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ഒന്ന് ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിലോട്ട് വരാം, ഗെയിം പ്ലേ. ഫസ്റ്റ് തന്നെ ഇതിൽ ഡിഫിക്കൽറ്റി നമുക്ക് മാറ്റാൻ പറ്റില്ല. സോ ഒരേ ഡിഫിക്കൽറ്റിയിൽ തന്നെ നമ്മൾ ഫുൾ ടൈമായിട്ട് കളിക്കണം. അത് അത്ര വലിയ ഡിഫിക്കൽറ്റി ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്യാവശ്യം ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൽ വളരെ കുറച്ച് ചെക്ക് പോയിൻ്റ് ഉള്ളൂ. ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ. ആ റെസ്റ്റുള്ള ഓപ്ഷനിൽ മാത്രമാണ് നമ്മൾ എവിടെയെങ്കിലും ചത്ത് കഴിഞ്ഞാൽ
തിരിച്ച് അവിടെ തന്നെ വീണ്ടും ജനിക്കുക. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ എവിടെയെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവിടെ എത്താന്ന് പറയുന്നത് എളുപ്പമുള്ള പരിപാടിയല്ല. വീണ്ടും കുറേ ഇറങ്ങി ഓടിയിട്ടൊക്കെ എത്തണം. അതാണ് ഞാൻ പറഞ്ഞത്, ക്ഷമയാണ് ഈ ഒരു ഗെയിമിൻ്റെ മെയിൻ. ഇതിൻ്റെ കൂടെ ഗെയിമിംഗ് സ്കില്ലും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ എങ്കിലും ഈ മൊത്തമായിട്ട് കളിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം പല സ്റ്റേജും അങ്ങനെ കൺഫ്യൂസായി പോകുന്ന സാധനങ്ങളുണ്ട്. ഇവിടുന്ന് എങ്ങനെ അപ്പുറത്ത് കടക്കും, അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്താൽ മാത്രമാണ് അങ്ങനെയൊക്കെ ചിന്തിച്ച് ആ ഗെയിമിൻ്റെ മേലോട്ടോട്ടും അല്ലെങ്കിൽ അപ്പുറത്തോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ഈ ഒരു ഗെയിമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എൻ്റയർലി ഡിപ്പെൻഡ് ഓൺ അവർ ഗെയിമിംഗ് സ്കിൽ. ഇപ്പം നിങ്ങൾ നല്ലൊരു സ്കിൽഫുൾ പ്ലെയർ ആണ്, നിങ്ങൾക്ക് അധികം മെരിക്കേണ്ടി ഒന്നും വന്നില്ല, എല്ലാ ബോസ് ഫൈറ്റും എനിമീസിനും സിമ്പിളായിട്ട് അടിച്ചിടാൻ പറ്റും, നല്ല റിഫ്ലെക്സ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറൗണ്ട് 4 to 5 hours വരെ നിങ്ങൾക്ക് ഈ ഗെയിം ഫിനിഷ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അത്ര വലിയ സ്കില്ലുള്ള പ്ലേയേഴ്സ് ഒന്നല്ല, ഒരു നോർമൽ പ്ലെയർ ആണ്, എന്നാൽ അത്യാവശ്യം ക്ഷമയുണ്ട് ഈ ഒരു ഗെയിം മൊത്തമായിട്ട് കളിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 10 മണിക്കൂർ എടുക്കാം, 15 മണിക്കൂർ എടുക്കാം, 20 എടുക്കാം. സോ ഞാൻ പറഞ്ഞ പോലെ എൻ്റയർലി ഡിപ്പെൻഡ് ഓൺ അവർ സ്കിൽ. പക്ഷേ ഞാൻ പല വീഡിയോസും കണ്ടിരുന്നു, അതായത് 1 hour 2 hour ഈ ഒരു ഗെയിം മൊത്തമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അതെനിക്ക് തോന്നുന്നു ഓൾറെഡി കളിച്ച് കഴിഞ്ഞവരായിരിക്കും മുന്നേ. സോ അവരൊരു സ്പീഡ് റണ്ണ് പോലൊക്കെ ആയിരിക്കും ഇങ്ങനെ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ ആ ഗെയിം തീർത്തത്. അതുപോലെ പല പ്ലേയേഴ്സും 50 60 മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ ഒരു ഗെയിം കളിച്ച് കഴിഞ്ഞിട്ടില്ല എന്നുള്ള റിവ്യൂസും ഞാൻ വന്നിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞ പോലെ ഐ തിങ്ക് ഇറ്റ് എൻ്റയർലി ഡിപ്പെൻഡ്സ് അപ്പോൺ അവർ സ്കിൽ. ഇതിൽ ഓരോ സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ജിയോ എന്ന് പറഞ്ഞ ഒരു കോയിൻസ് ആണ്. ഈ കോയിൻസ് എനിമീസിനെ ഡിഫീറ്റ് ചെയ്യുമ്പോൾ കിട്ടും. അതുകൂടാണ് പല സാധനങ്ങളും പൊളിക്കുമ്പോഴെല്ലാം ഈ ഒരു കോയിൻസ് നമുക്ക് കിട്ടും. ഇനി വേറൊരു സംഭവം എന്താ വെച്ചാൽ, നമ്മളൊരു സ്ഥലത്ത് പോയി മരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോൾ പോലത്തെ ഒരു സംഭവം അവിടെ തന്നെ കീപ്പ് ചെയ്യും. നമ്മളൊരു ചെക്ക് പോയിന്റിൽ ജനിക്കെങ്കിലും നമ്മുടെ സോള് നമ്മൾ മരിച്ച സ്ഥലത്തായിരിക്കും ഉണ്ടാവുക. സോ നമ്മൾ വീണ്ടും ആദ്യം അവിടെ പോയിട്ട് നമ്മുടെ സോളിനെ ഡിഫീറ്റ് ചെയ്യാൻ സിമ്പിളാണ്. നമ്മുടെ സോൾ അവിടേക്ക് എത്താന്നുള്ളതാണ് പ്രയാസം. അവിടെ എത്തിയിട്ട് ആ സോളിനെ ഡിഫീറ്റ് ചെയ്താലാണ് നമ്മൾ മുമ്പുണ്ടായിരുന്ന എത്ര കോയിൻ ഉണ്ടോ അതെല്ലാം നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും സീറോയിൽ നിന്നും ആ ഒരു ചെക്ക് പോയിന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി അവിടെ മരിച്ചു, നമ്മൾ വീണ്ടും ചെക്ക് പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വീണ്ടും നമ്മൾ സോളിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആ കോയിനെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പോകുന്നതിൻ്റെ ഇടയിൽ വീണ്ടും മരിച്ചാലോ, നമ്മൾ ആദ്യം എടുത്ത എല്ലാ കോയിനും വേസ്റ്റായി. പിന്നെ നമ്മുടെ സോൾ എന്ന് പറയുന്നത് നമ്മൾ രണ്ടാമത് സ്ഥലത്താണ്. അപ്പോൾ ആ രണ്ടാമത് ചത്ത സ്ഥലത്ത് എത്തണ വരെ നമ്മൾ എത്ര കോയിൻസ് ഉണ്ടായിരുന്നു ആ കോയിൻസ് ആയിരിക്കും നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് പല എബിലിറ്റീസ്, നമുക്ക് മാജിക് യൂസ് ചെയ്യാൻ പറ്റും, ഡാഷ് ഉപയോഗിക്കാം, വോളുമ കീപ്പ് ചെയ്ത് ചാടിക്കൊണ്ടിരിക്കാൻ പറ്റും, അങ്ങനെ കുറേ എബിലിറ്റീസ് ഉണ്ട്. പക്ഷേ ഇതെല്ലാം നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ അൺലോക്ക് ആവില്ല. നമ്മളിങ്ങനെ കളിക്കുന്നതിനനുസരിച്ചിട്ട് ഗെയിം പ്രോഗ്രസ് അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു എബിലിറ്റീസ് എല്ലാം നമ്മൾ അൺലോക്ക് ചെയ്യാം. അങ്ങനെ എബിലിറ്റീസ് എല്ലാം അൺലോക്ക് ചെയ്തതിന് ശേഷം ചിലപ്പോൾ പല സ്ഥലത്തേക്കും നമ്മൾ ആ ഒരു എബിലിറ്റീസ് വെച്ചിട്ട് മാത്രം എത്താൻ പറ്റുന്ന പല സ്ഥലങ്ങളുണ്ടാവും. സോ അതെല്ലാം നമുക്ക് ഈ ഒരു എബിലിറ്റീസ് അൺലോക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എത്താൻ പറ്റുള്ളൂ. ഇനി ഇതിലെ എനിമീസിലോട്ട് വരുമ്പോൾ നമ്മൾ എനിമീസിനെ ഡിഫീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സോള് ഫില്ലാവുക. ഈ സോൾ വെച്ചിട്ട് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും. അതുകൂടാണ്ട് മാജിക് സ്പെല്ലെല്ലാം ഈ ഒരു സോൾ വെച്ചിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. ഈ എനിമീസിൽ തന്നെ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. ചിലരെ നമുക്ക് സിമ്പിളായിട്ട് കൊല്ലാൻ പറ്റും, എന്നാൽ ചിലർ അത്യാവശ്യം മെനക്കേടുണ്ട്, അതിന് ടഫ് കൂടുതലുണ്ട്, ഏറ്റവും ടഫിലുണ്ട്, അതിന് മേലെ ബോസ് ഫൈറ്റുകളും ഉണ്ട്. എല്ലാ എനിമീസിനും കൊല്ലുന്ന രീതികളും ആ ഒരു എനിമീസിൻ്റെ പവറപ്പും എബിലിറ്റീസും അതിൻ്റെ വിഷ്വൽസും അവരുടെ ലുക്കും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അത് നല്ല രസമുണ്ട് കാണാനൊക്കെ. പല എനിമീസിനും കൊല്ലാൻ വേണ്ടിയിട്ട് പല ടെക്നിക്സും ഉണ്ട്. അത് കൂടാതെ ഈ ബോസ് ഫൈറ്റിലോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ എൻ്റയർലി ഡിപ്പെൻഡ്സ് അപ്പോൺ സ്കിൽ. ഞാനൊക്കെ കുറച്ച് ട്രൈ ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് ഓരോ ബോസിനെ കൊന്നിരുന്നത്. ഈശ്വരി ഞാൻ പെട്ടെന്ന് ചാവും, എന്നാൽ മെല്ലെ മെല്ലെ ഓരോ ഫൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ ഒരു ട്രിക്കെല്ലാം മനസ്സിലായി. പിന്നെ നമുക്കൊന്നും കൂടി സിമ്പിളായിട്ട് ആ ഒരു ബോസിനെല്ലാം കൊല്ലാൻ പറ്റും. പിന്നെ ഈ ഗെയിമിൽ പ്ലാറ്റ്ഫോമിങ്, ഓരോ മാജിക് എബിലിറ്റീസ്, നമ്മുടെ സ്കില്ല്, അതുകൂടാണ്ട് ഓരോ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എനിമീസ്, അങ്ങനെ എല്ലാ സംഭവം, അതായത് ഗെയിം പ്ലേ നല്ല രീതിയിൽ തന്നെ ഇത് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ വിഷ്വൽസും സൗണ്ടിലോട്ട് വരുമ്പോൾ വിഷ്വൽസൊക്കെ നല്ല രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പക്ക 2D മെട്രോഡ് വേണോ ഗെയിമിന് എന്ത് വേണം അതെല്ലാം അടിപൊളിയായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. വിഷ്വൽസ് ആയാലും ശരി, സൗണ്ട് പ്രത്യേകം എടുത്ത് പറയാനുണ്ട്. കാരണം ഓരോ ബോസ് ഫൈറ്റ്, അത് കൂടാണ്ട് നമ്മൾ ഓരോ സീനറി, അതായത് നമുക്ക് ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഉണ്ട്, ഓരോ ലൊക്കേഷനിൽ പോകുമ്പോൾ ഡിഫറെൻറ്റ് സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ടാവുക, അതെല്ലാം അത്യാവശ്യം രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഓവർ ദി ടോപ്പ് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നല്ല രസമായിട്ട് എൻഗേജിങ് ആയിട്ട് അവർ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഓവറോൾ അവരെന്താണ് ഈ ഒരു ഗെയിമോട് ഉദ്ദേശിച്ചത് അതെല്ലാം ക്ലീൻ ആൻഡ് നീറ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് പോസിറ്റീവ് സൈഡ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു തരുന്ന വീഡിയോ ഞാൻ പറഞ്ഞ പോലെ മറ്റൊരു റിവ്യൂ വീഡിയോയിൽ ഇടാം. ഈ ഒരു ഗെയിം ആരൊക്കെ ട്രൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് 2D അല്ലെങ്കിൽ മെട്രോയിഡ്വാനിയ ടൈപ്പ് ഗെയിം ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ അവരെന്തായാലും ഒരു ഗെയിം ട്രൈ ചെയ്യുക. അല്ല ഇനി നിങ്ങളൊരു കോമ്പറ്റീഷൻ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു ഗെയിമിംഗ് സ്കില്ലെല്ലാം ചാലഞ്ച് ചെയ്യുന്ന ഒരു ഗെയിം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ഗെയിം ട്രൈ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞ പോലെ നിങ്ങളൊരു സ്റ്റോറി ബേസ്ഡ് ഗെയിം ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങളൊരു കാഷ്വൽ ഗെയിമറാണ്, ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് ഒരു സ്ട്രെസ് ഫ്രീ ഗെയിമായിട്ട് കളിക്കാനാണ് നിങ്ങൾ പ്ലാൻ എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഗെയിം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സോ ഇത്രയുമാണ് എനിക്ക് ഇതിനെ കുറിച്ച് ഇപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ പോലെ ഇൻഡെപ്ത് ആയിട്ടുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇത് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ മാത്രമാണ് ഒരു ഗെയിമിനെ കുറിച്ചിട്ട്. ഇനി അതല്ല നിങ്ങൾ ആരെങ്കിലും ഒരു ഗെയിം കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗെയിം കളിച്ച് കഴിഞ്ഞവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് അല്ല ഞാൻ പറഞ്ഞതിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. ഇനിയും ഇതുപോലത്തെ മറ്റ് ഗെയിംസിലെ റിവ്യൂസിനും വീഡിയോസിനും ന്യൂസിനും എല്ലാം വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണാം.